ഇതാണ് ശരിക്ക് ശുദ്ധമായ കൈതോന്നി. കൈതോന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും നമ്മുടെ കൂടപ്പുറപ്പ് സഹോദരങ്ങളും എല്ലാവരും ഈ ചൂട് കാലത്ത് ഈ കൈതോന്നി ഇട്ട് എണ്ണ കാച്ചി തേക്കണം. എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ഉറക്കം നല്ലപോലെ കിട്ടും, നല്ല തണുപ്പാണ്. നമ്മുടെ ഈ ചൂട് സമയത്ത് കൈതോന്നി കറ്റവാഴപ്പുളയും നഗരയിലയും കൂടെ ഇട്ട് കൈതോന്നി നിൽപ്പുണ്ട്, പാടങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നിൽപ്പുണ്ട്. ഈ കൈതോന്നി എടുത്ത എന്തിനാണെന്നല്ലേ ചോദിക്കുന്നത്. കുറച്ച് എൻ്റെ സഹോദരിമാർ ചോദിച്ച് എണ്ണ കാച്ചി തേക്കാനൊക്കെ കൈതോന്നി കിട്ടുമോ ലത്തീഫാക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കൈതോന്നി എടുത്തതാണ്. എടുത്ത് എണ്ണ കാച്ചി ഇവരൊക്കെ എല്ലാം എണ്ണ കാച്ചി കൈതോന്നിയിട്ട് എണ്ണ കാച്ചിയാണ് സ്ത്രീകൾ തേക്കണം. കാരണം എന്ന് വെച്ചാൽ തലയിൽ പേൻ കാണൂല. ഒന്നാമത്തെ കാരണം ചാരണം, പേൻ ഇതൊന്നും കാണത്തില്ല. നമ്മുടെ ഇത് ഞാൻ പുടുതുകൊണ്ടൊന്ന് അങ്ങാടിക്കടയിൽ കൊടുക്കും. ഒരു ചാക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പം 1000-2000 രൂപ കിട്ടും. ഇത് ഏറ്റവും നല്ല ഔഷധമുള്ളതാണ്, നല്ല തണുപ്പുള്ളതാണ്. തലമുടി ഇപ്പം ഇതിൻ്റെ എണ്ണകൾ വിപണിയിലും ഉണ്ട്. വിപണിയിൽ ഇഷ്ടം പോലെ ആയുർവേദത്തിൽ എണ്ണ ഉണ്ട്. നമ്മുടെ പാടശേഖരങ്ങൾ നിപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കൈതോന്നി തിരിച്ചറിയാനുള്ളത് കമ്മൽ മാതിരി ഒരു മൊട്ട് കാണും. അപ്പം എല്ലാവർക്കും കൈതോന്നി എന്ന് പറയുന്നത് അറിയാൻ പറ്റത്തില്ല. ഇതേ കണക്കിരിക്കും. ഇതാണ് കൈതോന്നി. ഇതിന് വേറെ എന്താ നാമധേയം പറയും. നിങ്ങളെ ഈ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കൈതോന്നിയിട്ട് എണ്ണ കാച്ചാൽ നല്ല തണുപ്പ് കിട്ടും, നല്ല ഉറക്കം കിട്ടും, തലമുടി നല്ലപോലെ വലുതാകും, പേൻ കാണത്തില്ല, ചാരണം കാണത്തില്ല. ഇതെല്ലാവരും കൈതോന്നി നിങ്ങളുടെ ഭാഗത്തുകളിൽ എല്ലാ സ്ഥലങ്ങളിലും കൈതോന്നി കാണും. അതുകൊണ്ട് എണ്ണ കാച്ചി തേക്കണം. ഞാൻ കൂടുതൽ തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ തേക്കുന്ന കൂട്ടത്തിൽ ഞാൻ തേക്കും. എൻ്റെ തലമുടി ഇരിക്കുന്ന കണ്ട തലമുടി പൊഴിയത്തില്ല, പുഷ്ടി കണക്ക് വലുതാവും. പിന്നെ ആണുങ്ങൾ തലമുടിയിൽ കൈതോന്നി തേച്ച് എണ്ണ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഈ ബാർബർ ഷാപ്പിൽ പോയി 20 ദിവസത്തിൽ വെട്ടേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് സ്ത്രീകളായിരിക്കണം കൂടുതൽ തേക്കുന്നത്. നല്ല തണുപ്പ് കിട്ടും. എല്ലാവരും കൈതോന്നിയിട്ട് എണ്ണ കാച്ചി തേക്കണം.